തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനൊരുങ്ങിയ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ നേരത്തെ സുനിൽകുമാറിന് കത്തയച്ചിരുന്നു. ഇതിന് നേരിട്ട് മറുപടി നൽകിയതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുള്ള നീക്കം. അതിനിടെ വോട്ട് ക്രമക്കേടിൽ BJP നേതാക്കളെ വിട്ടിലാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സൂരജ് സജീവ് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഇന്ന് VS സുനിൽകുമാർ എന്തൊക്കെ തെളിവുകൾ പുറത്തുവിടും? സൂരജ്. ഉന്മേഷ്, ഇന്നലെയാണ് VS സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട ചില തെളിവുകളടക്കം കൈമാറിയത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽകുമാറിന് ഒരു കത്തയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിവാദങ്ങളെല്ലാം തീർപ്പാക്കി, പരാതികളെല്ലാം തീർപ്പാക്കി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം സഹിതം സുനിൽകുമാറിന് നൽകാം എന്നൊരു നിർദ്ദേശവും നൽകി. ഇതിനിടയിലാണ് സുനിൽകുമാർ ഇന്നലെ എത്തി തന്റെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൂടി കൊണ്ടുവരിക എന്ന ശ്രദ്ധ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആകട്ടെ ഈ വോട്ട് ക്രമക്കേടിൽ ആഭ്യന്തര പരിശോധനയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവർ പ്രധാനമായും ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ റിവ്യൂ നടത്തുകയാണ്. ഏതൊക്കെ ബൂത്തുകളിൽ എത്ര വോട്ടുകളുടെ കള്ളവോട്ട് നടന്നു എന്ന് സംബന്ധിച്ച് അവിടത്തെ ബൂത്തിന്റെ ചുമതലക്കാരെ വിളിച്ചു വരുത്തി DCC നേരിട്ട് അതിനൊരു പരിശോധന നടത്തുന്നു. മറുവശത്ത് BJP സംബന്ധിച്ച് ഓരോ ദിവസവും ഇതിന്റെ ഈ വോട്ടപ്പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ പുറത്തു വരുന്ന അവരെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് മറികടക്കുന്ന എങ്ങനെ എന്നെ സംബന്ധിച്ചുള്ള ചർച്ചകളും BJP സജീവമാണ്. ഒരുപക്ഷെ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിലടക്കം നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യം ചർച്ചയായേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.